ആരും വെബ് സീരീസിലേക്ക് പോകാതിരുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വെബ് സീരീസിലേക്ക് പോയി ആമസോൺ ഒറിജിനൽസിൽ ഫാമിലി മാൻ അഭിനയിച്ച് മൂസയായി മാറിയ ആക്ടറാണ്. അന്ന് ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? പലരും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ വാട്ട് ഡ്രൈവ്സ് മീ ഈസ് മൈ എക്സൈറ്റ്മെൻറ്റ് ടു ഡു ന്യൂ തിങ്സ്. അപ്പോൾ ഇത് പോയിട്ടൊരു പ്രൊഡക്ഷൻ കൺട്രോൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പലടിക്കും. ഉള്ള പടം ചെയ്ത് വീട്ടിൽ പോകാൻ പറയും. സോ ദ തിങ് ഈസ്, ഞാൻ വന്ന സമയത്ത് ഒരു കൊമേഡിയനായിട്ടുള്ള കഥാപാത്രങ്ങളിലാണ് ലാൻഡായത്. അതൊരു പോയിന്റിൽ വളരെ മോണോട്ടണസ് ആയി തുടങ്ങി. എനിക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം എവറി ടൈം all that people want to do is label you, put you in a box. When they try to put me in a box, I've always tried to come out of it. അപ്പം കൊമേഡിയൻ എന്നുള്ളൊരു ടാഗ് ഒരു സമയത്ത് ഒരു ബാധ്യതയായിട്ട് തോന്നി തുടങ്ങി. അപ്പം എല്ലാം ഒരേപോലത്തെ പരിപാടി, ഒരു ജേണിയിൽ എക്സൈറ്റ്മെൻ്റ് ഇല്ല. ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ മെക്സിക്കൻ ഭാരതി ഊഴം പോലെയൊക്കെ പരിപാടി വന്നു. അതിനുശേഷം എഗെയിൻ ഒരു സാച്ചുറേഷനിലെത്തി, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് നോവെയർ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ വരുന്ന പറഞ്ഞ പോലെ ഒരു വിളി വന്നു ഹിന്ദിയിൽ നിന്ന്. അന്ന് മനോജ് ബാജ്പേയി, രാജൻ ഡി കെ ആൻഡ് ആമസോൺ പ്രൈം. അന്ന് 2017 ഐ തിങ്ക് OTT പറ്റി അധികം ധാരണ ഇല്ല. ഐ ജസ്റ്റ് ട്രൈ ടു കീപ് മൈസെൽഫ് അപ്ഡേറ്റഡ്. സോ ഐ നോ അബൌട്ട് നെറ്റ്ഫ്ലിക്സ്. സീക്രട്ട് ഗെയിംസ് മാത്രം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊരു പുതിയ പരിപാടിയായിരിക്കും. ഇതിൽ ഒരു പാൻ ഇന്ത്യൻ ഓഡിയൻസിലേക്ക് നമുക്ക് എക്സ്പോഷർ കിട്ടുകയാണ്. പക്ഷെ എനിക്കിവിടെ ഒരു 8 മാസത്തെ ബ്രേക്ക് എടുക്കണം. അതൊരു റിസ്ക്കാണ്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ മൈ ഹാർട്ട് സൈഡ് ഐ വോണ്ട് ടു ഡു ഇറ്റ്. സോ ഐ ടുക്ക് ദാറ്റ് ബ്രേക്ക്. ഇറ്റ് കുഡ് ഹാവ് ഗോൺ സൗത്ത്. പക്ഷേ അത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഒരു പാൻ ഇന്ത്യൻ അപ്പീലുള്ള ഒരു നടനാവാൻ സാധിച്ചു.